ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. നമ്മളിങ്ങനെ ചെയ്യാനുണ്ട് എന്ന് പറയുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ. എനിക്ക് ഒരു കല്യാണത്തിന് പോകാനുണ്ട്, എനിക്ക് അവിടെ പോകാനുണ്ട്, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഫ്രണ്ടിനെ ഒന്ന് മീറ്റ് ചെയ്യാനുണ്ട്. ഇങ്ങനെ നമ്മൾ ചെയ്യാനുണ്ട് എന്ന് പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ. ഇതുപോലെയുള്ള സെൻറ്റൻസുകൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. വളരെ സിമ്പിളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സെൻറ്റൻസുകൾ പറയാൻ നമ്മൾ ഓർത്ത് വയ്ക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഒന്നുകിൽ ഹാവ് ഇറ്റ് ടു അല്ലെങ്കിൽ ഹാസ് ഇറ്റ് ടു. എന്താണ് ഹാവ് ഇറ്റ് ടു അല്ലെങ്കിൽ ഹാസ് ഇറ്റ് ടു? ഹാവ് ഇറ്റ് ടു ഹാസ് ടു എന്ന് വെച്ചാൽ തന്നെ എന്താണ് ചെയ്യാനുണ്ട് അല്ലെങ്കിൽ ചെയ്യേണ്ടതുണ്ട് എന്നാണ് അർത്ഥം കേട്ടോ. അപ്പോൾ നമ്മൾ സബ്ജക്റ്റിനനുസരിച്ചിട്ട് ഹാസ് ഇറ്റും ഹാവ് ഇറ്റും മാറി മാറി ഉപയോഗിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾസ് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ സബ്ജക്റ്റ് ഹിയോ ഷിയോ ഇറ്റോ ആണ് വരുന്നത് എങ്കിൽ നമ്മൾ ഹാസ് ഇറ്റ് ഉപയോഗിക്കുക. ഓക്കെ, ഹി ഷി ഇറ്റ് സബ്ജക്റ്റായിട്ട് വരുമ്പോൾ ഹാസ് ടു ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഐ യു ദേ വി ഒക്കെയാണ് സബ്ജക്റ്റ് വരുന്നത് എങ്കിൽ അവിടെ നമ്മൾ ഹാവ് ഇറ്റു ആണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ. ഇത്രയും ഓർത്ത് വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിനി സെൻറ്റൻസുകൾ പറഞ്ഞു നോക്കാം. എനിക്ക് കുറച്ച് പച്ചക്കറികൾ വാങ്ങാനുണ്ട് എന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് പച്ചക്കറികൾ വാങ്ങാനുണ്ട് അല്ലേ, ഉണ്ട് ചെയ്യാനുണ്ട് എന്ന് തന്നെയാണ് കേട്ടോ. എങ്ങനെ പറയാം? ഐ ഹാവ് ടു ബൈ സം വെജിറ്റബിൾസ്. ഫസ്റ്റ് നമ്മൾ സബ്ജക്റ്റ് ഐ ആയതുകൊണ്ട് നമ്മൾ ഹാവ് ടു ഉപയോഗിച്ചു കേട്ടോ. ഐ ഹാവ് ടു, എനിക്ക് ചെയ്യാനുണ്ട് എന്ത്, ബൈ സം വെജിറ്റബിൾസ്, കുറച്ച് പച്ചക്കറികൾ വാങ്ങാനുണ്ട്. എന്താണ്? ഐ ഹാവ് ടു ബൈ സം വെജിറ്റബിൾസ്, എനിക്ക് കുറച്ച് പച്ചക്കറികൾ വാങ്ങാനുണ്ട്. ഓക്കെ, എനിക്കൊരിടം വരെ പോകാനുണ്ടെന്ന് എങ്ങനെയാണ് പറയാം? ഐ ഹാവ് ടു ഗോ ടു എ പ്ലേസ്. ഐ ഹാവ് ടു, എനിക്ക് ചെയ്യാനുണ്ട് എന്ത്, ഗോ ടു എ പ്ലേസ്, ഒരു സ്ഥലം വരെ പോകാനുണ്ട്. ഓക്കെ, ഐ ഹാവ് ടു ഗോ ടു എ പ്ലേസ്, എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. ഐ ഹാവ് ടു ഗോ ദർ, എനിക്ക് അവിടെ പോകാനുണ്ട് അല്ലേ. ഞാൻ സ്ഥലത്തിൻ്റെ പേര് മെൻഷൻ ചെയ്തിട്ടില്ല, വെറുതെ ഇങ്ങനെ പറഞ്ഞു ഐ ഹാവ് ടു ഗോ ദർ, എനിക്ക് അവിടെ പോകാനുണ്ട്. ഓക്കെ, ഐ ഹാവ് ടു ഡു എ ലോട്ട് ഓഫ് ഹോം വർക്ക്സ്, എനിക്ക് ഒരുപാട് ഹോം വർക്ക് ചെയ്യാനുണ്ട്. ഐ ഹാവ് ടു ഡു എ ലോട്ട് ഓഫ് ഹോം വർക്ക്സ്. ഇനി ഐ ഹാവ് ടു അറ്റൻഡ് എ മീറ്റിംഗ്, എനിക്കൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനുണ്ട്. എങ്ങനെയാണ് പറഞ്ഞത്? ഐ ഹാവ് ടു അറ്റൻഡ്, ഐ ഹാവ് ടു, എനിക്ക് ചെയ്യാനുണ്ട് എന്ത്, ടു അറ്റൻഡ് എ മീറ്റിംഗ്, ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനുണ്ട് അല്ലേ. ഐ ഹാവ് ടു അറ്റൻഡ് എ വെഡ്ഡിങ്, എനിക്കൊരു കല്യാണത്തിന് പങ്കെടുക്കാനുണ്ട്. ഐ ഹാവ് ടു അറ്റൻഡ് എ വെഡ്ഡിങ്. ഐ ഹാവ് ടു മീറ്റ് മൈ ഫ്രണ്ട്, എനിക്ക് എൻ്റെ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാനുണ്ട്. ഓക്കെ, ഐ ഹാവ് ടു റീച്ച് ഹോം ബിഫോർ നൈറ്റ്, രാത്രി ആവുന്നതിന് മുമ്പ് എനിക്ക് വീട്ടിലെത്താനുണ്ട്. എങ്ങനെ പറയാം? ഐ ഹാവ് ടു റീച്ച് ഹോം ബിഫോർ നൈറ്റ്, രാത്രി ആവുന്നതിൻ്റെ മുമ്പ് എനിക്ക് വീട്ടിലെത്തണം, അല്ലെങ്കിൽ എനിക്ക് വീട്ടിലെത്താനുണ്ട്, അല്ലെങ്കിൽ എനിക്ക് വീട്ടിൽ എത്തേണ്ടതുണ്ട്. ഇങ്ങനെ 3 മീനിങ്ങിൽ നമുക്കിത് പറയാവുന്ന കേട്ടോ. ചെയ്യാനുണ്ട്, ചെയ്യേണ്ടതുണ്ട് എന്നീ അർത്ഥത്തിലും നമുക്കിത് പറയാവുന്നതാണ്. ഓക്കെ, ഐ ഹാവ് ടു റീചാർജ് മൈ മൊബൈൽ ഫോൺ, എനിക്ക് എൻ്റെ മൊബൈൽ ഫോൺ റീചാർജ് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ മൊബൈൽ ഫോൺ റീചാർജ് ചെയ്യേണ്ടതുണ്ട്. ഷീ ഹാസ് ടു സ്റ്റഡി എ ലോട്ട്, അവൾക്ക് ഒരുപാട് പഠിക്കാനുണ്ട്, അല്ലെങ്കിൽ അവൾ ഒരുപാട് പഠിക്കേണ്ടതുണ്ട്. ഷീ ഹാസ് ടു സ്റ്റഡി എ ലോട്ട്. ഓക്കെ, അപ്പോൾ ഷീ ആണ് സബ്ജക്റ്റ് വന്നതുകൊണ്ട് നമ്മൾ അവിടെ ഹാസ് ടു ഉപയോഗിച്ചു. ദേ ഹാവ് ടു അറ്റൻഡ് എ ഫങ്ഷൻ, അവർക്ക് ഒരു ഫങ്ഷൻ അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്, അതായത് അവർക്ക് ഒരു പരിപാടിയിൽ പങ്കെടുക്കേണ്ടതുണ്ട്. എങ്ങനെ പറഞ്ഞത്? ദേ ഹാവ് ടു അറ്റൻഡ് എ ഫങ്ഷൻ. യു ഹാവ് ടു അയേൺ യുവർ ഡ്രസ്, നിനക്ക് നിൻ്റെ ഡ്രസ്സ് അയേൺ ചെയ്യേണ്ടതുണ്ട്. യു ഹാവ് ടു അയേൺ യുവർ ഡ്രസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം സബ്ജക്റ്റ് പറയാം, പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ്, ചെയ്യേണ്ടതുണ്ട് എന്ന് പറയാൻ വേണ്ടി നമ്മൾ ഹാസ് ടു അല്ലെങ്കിൽ ഹാവ് ടു ഉപയോഗിക്കാം. പിന്നെ വേർബിനെ ഫസ്റ്റ് ഫോമിൽ, ഓക്കെ, വേർബിൻ്റെ മെയിൻ ഫോമിലാണ് നമ്മൾ പറയേണ്ടത് കേട്ടോ. യു ഹാവ് ടു അയേൺ യുവർ ഡ്രസ്, യു ഹാവ് ടു അയേൺ യുവർ ഡ്രസ്. ഷീ ഹാസ് ടു പ്രിപ്പയർ എ ലോട്ട് ഫോർ ദി PSC എക്സാം, അവൾക്ക് PSC എക്സാമിന് ഒരുപാട് പ്രിപ്പയർ ചെയ്യാനുണ്ട്, ഒരുപാട് തയ്യാറെടുക്കാനുണ്ട്. ഷീ ഹാസ് ടു സ്റ്റഡി എ ലോട്ട്, അവൾക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇതുപോലെ എന്തൊരു കാര്യം ചെയ്യാനുണ്ട്, എടുക്കാനുണ്ട്, പോകാനുണ്ട്, ഇങ്ങനെ എന്ത് പറയാനാണെങ്കിലും നമ്മളങ്ങനെ ഹാസ് ടു ഹാവ് ടു ഉപയോഗിച്ചിട്ട് പറഞ്ഞ് ശീലിക്കുക. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ 1-2 സെൻറ്റൻസൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ സെൻഡ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മുടെ വൈൻഡപ്പ് ചെയ്യുന്ന ക്ലാസ് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദെൻ നമുക്ക് അടുത്ത ക്ലാസ്സായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.